സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഐശ്വര്യ കല്യാണം കഴിച്ചു എന്ന് ഉദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു. ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. ഇത് അവിഹിതമായിരുന്നു. അടിച്ച കോള് തിരിച്ചടിക്കുകയാണല്ലോ ദൈവമേ. അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത് ചെയ്താലും വെയിറ്റില്ല. വൃത്തികെട്ട ചിന്താഗതി. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ടാവും. അയ്യോ വേണ്ട മോനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. ഇമ്മാതിരത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യം. ഐശ്വര്യയുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് ആരുടെയെങ്കിലും പുറത്ത് തട്ടി. ഇതുപോലൊരു വീഡിയോ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? എങ്ങനെ താൻ ഇത് ഏത് ലോകത്താ? ഐശ്വര്യയുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് ആരുടെയെങ്കിലും പുറത്ത് തട്ടി. ഇതുപോലൊരു വീഡിയോ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? പക്ഷെ എന്റെ അച്ഛനൊരു അബ്യൂസറാണ്. കുട്ടി സ്വന്തം എന്റെ അച്ഛനായാലും എന്റെ അനിയനായാലും ശരി ഷിംജിതയുടെ സ്ഥലത്താണെങ്കിൽ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഇമോഷണൽ സാധനം ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളുടെ അടുത്ത് അനാവശ്യമായിട്ട് ഇടപെടുന്ന അത് ആരായാലും അത് പുരുഷന്റെ അടുക്കലാണെങ്കിൽ എന്റെ ആവശ്യമില്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ, രണ്ട് കഷ്ണക്കി കളഞ്ഞ. ആ വ്യക്തിയുമായിട്ട് എനിക്ക് വളരെ കുറച്ച് നാളത്തെ റിലേഷൻഷിപ്പേ ഉള്ളായിരുന്നു. എന്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീനെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ബ്രേക്കപ്പ് ആയിരുന്ന ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, തിരിച്ചു വന്ന് എന്റെ കൂടെ നാട്ടിൽ നിൽക്കുമോ, ഐ നീഡ് എ ഹെൽപ്പ്. അത് ബയോളജിക്കൽ സ്പേസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. എന്ത് രസമായിരിക്കും അല്ലേ? ഞാൻ ഇത് ഇപ്പൊ കല്യാണം കഴിഞ്ഞതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഹസ്ബൻഡിനെ റിലേറ്റ് ചെയ്തൊരു ചോദ്യം ചോദിക്കാനായിരുന്നു. ചോദിച്ചു. ഹസ്ബൻഡിനെ വേണ്ട, റിലേഷൻഷിപ്പുകളെ വേണ്ട. ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോ പുരുഷന്മാരെ മുഴുവൻ എന്തോ എനിക്ക് സംസാരിക്കുന്നത് കേട്ടിട്ട് പുരുഷന്മാരാണ് മുഴുവൻ തെറ്റ് ചെയ്യുന്നത്, സ്ത്രീകൾ നല്ല ആൾക്കാര്. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു. ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. അപ്പോ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇത് അവിഹിതമായിരുന്നോ? ഈ കാക്കമധുവിനെ കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിൽ നിങ്ങളെ കൊണ്ടുള്ള ആൾക്കാരുടെ ചിന്തയും ചോദ്യങ്ങളും ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാത്തതിന്റെ മെയിൻ കാരണം. ഇമ്മാതിരത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യമില്ല. കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചുല്ലേ? അലമ്പ് പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ മോറൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, മൊറാലിറ്റിയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. ഞാനൊരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയുന്ന സമയത്ത് ഇങ്ങനല്ല അതിനെ റെസ്പോണ്ട് ചെയ്യണം. ഞാനൊരു സംഭവം തന്നെ അല്ലയോ? അല്ല, നിങ്ങൾ എന്നെ മുമ്പേ ഇതിനെ കുറിച്ച് അതൊന്നും തെറ്റല്ല. നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യം അല്ല, അങ്ങനെ പറയുന്നില്ല. നിങ്ങളെല്ലാവരും പുണ്യാളന്മാരാണ്. ഈ ലോകത്തിൽ ആരും ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെന്നെ. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ. വൃത്തികെട്ട ചിന്താഗതി. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇനി എന്തായാലും താല്പര്യമില്ല. ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ഇതിന് മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാനും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അയ്യോ അതെന്ത് പറ്റി? ഓ അതൊക്കെ പറയാതിരിക്കുന്ന നല്ലത്. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ മണ്ടിയാവും. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകും. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.